മീറ്റ് ദ ചാമ്പ്യൻ പ്രോഗ്രാമിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു യുണീക്ക് അച്ചീവറെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. രാഹുൽ കൃഷ്ണ, വെൽക്കം. താങ്ക് യു സർ. രാഹുൽ കൃഷ്ണയ്ക്ക് ലഭിച്ചിരിക്കുന്ന ജോലി സെൻട്രൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. പോസ്റ്റിൻ്റെ പേര് മറ്റു കാര്യങ്ങളും രാഹുൽ നമ്മൾ സംസാരിക്കുന്നു. പോസ്റ്റ് ഹോമിയോ ഫാർമസിസ്റ്റ് പോസ്റ്റാണ്. ഫേസ് എക്സാം SSCയുടെ ഫേസ് എക്സാമിലാണ് ഈ ഒരു പോസ്റ്റൊക്കെ സാധാരണയായിട്ട് വിളിക്കുന്നത്. ഫേസ് 9 ഞാനിപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. നോർത്തേൺ റീജിയനാണ്. അതേപോലെ തന്നെ വെസ്റ്റേൺ റീജിയണും മധ്യപ്രദേശ് റീജിയനും ഈ 3 റീജിയണിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇപ്പം മെഡിക്കൽ അടക്കം എല്ലാ ജോയിനിങ് പ്രോസസ്സായി നിൽക്കുന്നത് ഈ ഒരു നോർത്തേൺ റീജിയനിലാണ്. നോർത്തേൺ റീജിയനിൽ 3 റാങ്കോട് കൂടെ. അതെ, 3 റാങ്കോട് കൂടെ. അറിവിൽ മറ്റു മലയാളികൾ ആരും ഇല്ല. ഒരു മലയാളി കുട്ടിയും കൂടിയും. എനിക്കറിയില്ല പേഴ്സണലി, പക്ഷേങ്കിൽ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പം രാഹുൽ സത്യത്തിൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടല്ല എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനിടയിൽ RRB എക്സാം, റെയിൽവേ എക്സാമും ഒരു ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത്. ഇത് പേ ബാൻഡ് സ്കിൽ 5 ലെവൽ 5 ജോബിലേക്കാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, RRB എക്സാമിൽ അല്ലെങ്കിൽ RRB ഒരു കോച്ചിങ് ഈ SSC എക്സാം ക്രാക്ക് ചെയ്യാൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഒരുപാട് ഹെൽപ്ഫുള്ളായി. ഒന്നാമത് എനിക്കൊരു ബേസ് ഇല്ലായിരുന്നു ഒന്നിലും. എനിക്ക് ബേസ് തന്നത് ഈ ഒരു RRB ആണ്. പ്രത്യേകിച്ച് ഈ മാത്സ്, റീസണിങ്, അതിലുള്ളൊരു ബേസ് എനിക്ക് കിട്ടിയത് ഈ ഒരു RRB ബാച്ചിലൂടെയാണ്. പിന്നീടുള്ള ഫുള്ള് റിവിഷൻ തന്നെയായിരുന്നു. ഈ കോവിഡ് വന്ന സമയം അതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിക്കുന്നത് 2021. പിന്നീട് ആ വർക്ക് ചെയ്ത് താൽക്കാലികമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് നിന്നു. അതിന് ശേഷം ഈവനിങ് ഒക്കെ ഈ ഒരു നോട്ട്സ് വെച്ചായിരുന്നു പഠിത്തമൊക്കെ. അപ്പോൾ അത് ഒരുപാട് എന്നെ ഹെൽപ്ഫുൾ ചെയ്തു. RRB കഴിഞ്ഞ വർഷത്തെ RRB NTPC എക്സാം എൻ്റെ ഓർമ്മയിൽ 0.6 മാർക്കിനായിരുന്നു മിസ്സായിരുന്നു. അവിടെ നിന്ന് ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഒരുപാട് വിഷമമായിരുന്നു. അത് 0.6 എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒരു മാർക്കിനാണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് D ഫിസിക്കൽ മിസ്സായി. അപ്പോൾ അതൊക്കെ ഒരുപാട് വിഷമമായി. ഇപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് കിട്ടിയപ്പം ഒരുപാട് ഹാപ്പിയുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ, ഇതേപോലുള്ള പോസ്റ്റുകൾ മലയാളികൾ പലപ്പോഴും എക്സാം എഴുതാറില്ല. ഇല്ല. എന്താണ് മലയാളികൾക്ക് അവിടെ? അത് എനിക്ക് തോന്നുന്നത് ഈ റീജിയൻ വൈസ് വിളിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ട്. ഈ റീജിയൻ വൈസ് വിളിക്കുമ്പോൾ പോസ്റ്റിംഗ് ഡൽഹി, അതേപോലെ ഗുവാഹട്ടി, അങ്ങനെ ഒരു റീജിയൺ ആണല്ലോ. അപ്പോൾ അവിടേക്കുള്ള പോകാനുള്ള ഒരു മടി, പിന്നെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ളൊരു ചിലവ് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം പോയി വരാൻ മാത്രം എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം 2 ലക്ഷം ഉറുപ്പ്യേൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ആദ്യം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വിളിപ്പിക്കും, പിന്നെ മെഡിക്കലിന് വിളിപ്പിക്കും, പിന്നെ ജോയിനിങ്ങിന് വിളിപ്പിക്കും. ഓക്കെ, പക്ഷേ ഇതേപോലുള്ള എക്സാമിനേഷൻസിൽ അല്ലെങ്കിൽ ഈ പോസ്റ്റുകളൊക്കെ ട്രിവാൻഡ്രം ഉൾപ്പെടെയുള്ള നമ്മുടെ KKR റീജിയനിൽ വിളിക്കാറുണ്ട്. അത് അധികവും നമ്മൾ പഠിച്ചൊരു ഫീൽഡ് വെച്ചായിരിക്കും ഈ ഫേസ് എക്സാം വിളിക്കുന്നത്. ഗ്രാജുവേഷൻ +2 ലെവൽ വെച്ചൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ അത് കുറവാണ്, വളരെ കുറവാണ് വിളിക്കുന്നത്. അതൊക്കെ മിക്കവാറും CHSL CGL പോലത്തതാണ്. ഈ എക്സാം, അതായത് ഇപ്പം രാഹുൽ കൃഷ്ണ ക്ലിയർ ചെയ്തിരിക്കുന്ന എക്സാം ഹോമിയോ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന എക്സാം. പക്ഷേ അതിൻ്റെ പരീക്ഷ നടന്നിരിക്കുന്നത് മുഴുവനായിട്ടും കേരളത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ആൻഡ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് SSCയുടെ സെയിം പാറ്റേൺ. നമ്മൾ പഠിച്ചതായിട്ട് ഒരു ബന്ധമില്ല. SSCയുടെ സെയിം പാറ്റേൺ, അതായത് റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK. അതായത് ബേസിക്കലി ഈ ഒരു 4 സബ്ജക്റ്റ് പഠിച്ചെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റ് ഇതേപോലുള്ള ഫേസ് എക്സാമിനേഷനിലെ വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. രാഹുൽ കൃഷ്ണയുടെ പ്രിപ്പറേഷൻ്റെ രീതികളൊന്ന് പറയാമോ? അത് പാർട്ട് ടൈം ജോലി എടുത്തുകൊണ്ടാണ്. എനിക്ക് 2 മണി വരെ പണി ഉണ്ടാവും. ഒരു പണി കഴിഞ്ഞൊരു 4 മണി ഒക്കെ ആവും റൂമിലെത്താൻ. 4 മണിക്ക് ശേഷം അത്യാവശ്യം എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കും. പിന്നെ ഒരു 5 മണിക്ക് ശേഷമാണ് പഠിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ 5 മണി മുതൽ ഒരു 11 മണി വരെയൊക്കെ ഇരിക്കും. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യൽ. പല ആപ്പുകൾ ഉപയോഗിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ നോട്ട്സ് ഇവിടുന്ന് തന്ന റീസണിങ്, മാത്സൊക്കെ ഒരു 1-2 മണിക്കൂർ റിവിഷൻ പോലെ ചെയ്യും. ഓക്കെ, ദെൻ രാവിലെ നേരത്തെ പറഞ്ഞു ഒരു 1 lakh rupees ചിലവായിട്ടുണ്ടാവും പല വട്ടമായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പോയത്. ആക്ച്വലി ഇതിൻ്റെ ഒരു സാലറി പേ സ്കെയിൽ എത്രത്തോളം വരുന്നുണ്ട്? അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ബേസിക് 30,000 അടുത്താണ് വരുന്നത്. ഇപ്പൊ കൈ കിട്ടും എന്നുള്ളത് നമുക്ക് കിട്ടിയാലേ. 30,000 ഉണ്ട്. സോ കയ്യിൽ എന്താണെങ്കിലും മോർ ദാൻ 50 എത്തേണ്ടതാണ്, കിട്ടേണ്ടതാണ്. 2 മാസം സാലറി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി വരുന്ന ചിലവ് ഈക്വൽ ആയിരിക്കും. പിന്നീടുള്ള എല്ലാം നമ്മളെ സംബന്ധിച്ച് പ്രോഫിറ്റ് തന്നെ വേണം പറയാം. മറ്റേ പരീക്ഷകൾക്ക് വേണ്ടി ഇനിയും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ?
മറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലെവൽ 5 കയറി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ലെവൽ 5 പോസ്റ്റിലേക്ക് നമുക്ക് ഒരു പരീക്ഷ എഴുതാൻ സമ്മതിക്കും എന്ന് തോന്നുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ തരിക ഈ ലെവൽ 5 പോസ്റ്റിന് മുകളിലേക്കുള്ളത് തരുമെന്ന്. അപ്പോൾ അതിന് മുകളിലേക്കുള്ളതേക്ക് കേരളത്തിലേക്കുള്ളത് നോക്കണം. അതെ. ഓക്കെ. ക്യൂബിറ്റിലെ ക്ലാസ്സുകൾ എത്രത്തോളം ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ക്യൂബിറ്റിലെ ക്ലാസ് പ്രത്യേകിച്ച് ഈ ഒരു മാത്സ് ഇല്ലേ, മാത്സ് ഒരുപാട് എന്നെ ഹെൽപ്ഫുൾ, പ്രത്യേകിച്ച് ഷോർട്ട് ട്രിക്സ് ഒരുപാട് എനിക്ക് ടൈം ലാഭിക്കാൻ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞാൻ ജസ്റ്റ് നമ്മൾ സാധാരണ എക്സ് വൈ ഒക്കെ വെച്ച് സാധാരണ മാത്സ് ചെയ്യുന്ന ഒരാളാണ്. അത് വെച്ച് നോക്കുമ്പം ഇവിടുത്തെ ഒരു ക്ലാസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം PSCക്ക് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതും ക്യൂബിറ്റിലെ ബാച്ചിൽ തന്നെയായിരുന്നു. ബട്ട് ആ ബാച്ചിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്? ജോയിൻ ചെയ്യാൻ അവർ 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ മെയിൽ അയക്കും എന്നാണ് പറഞ്ഞത്. ജോയിനിങ് ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരാഴ്ചയും കൂടി അവർ സമയം തരും ജോയിനിങ്. എപ്പാന്നുള്ളത് കറക്റ്റ് അറിയാനില്ല, എന്നാലും ഒരു 2 ആഴ്ച കിട്ടുമായിരിക്കും. ഓക്കെ. പുതുതായിട്ട് SSC പരീക്ഷകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള രാഹുൽ കൃഷ്ണയുടെ ഒരു അഡ്വൈസ് എന്തായിരിക്കാം? മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. അതേപോലെ ഒരു ബേസ് ഉണ്ടാക്കി വെക്കുക, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ രാഹുൽ കൃഷ്ണ, പക്ഷേ ഹാപ്പി കരിയർ. താങ്ക് യു സർ. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ചെന്നെത്തുക. ഓക്കെ, താങ്ക് യു സർ. എത്തും.